വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ദ എഫക്റ്റീവ് സ്കിൽ എന്ന ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു റീഡിംഗ് എന്ന ചാപ്റ്ററിലേക്കാണ്. എന്താണ് റീഡിംഗ്, റീഡിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസസ് എന്താണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് റീഡിംഗ്? Reading is a mental process where the eyes send visual input, words, sentences, to the brain through optical nerves. The brain decodes these inputs, removes the language elements, and understands the core ideas. The abstract meaning, hence, reading is decoding a message to grasp its essence. Based on purpose, reading can be classified into different types. അപ്പോൾ എന്താണ് റീഡിങ്? നാം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ കാണുന്നത് വാക്കുകളും വാക്യങ്ങളും ഒക്കെ ആയിരിക്കും. ഈ കണ്ണുകൾ കണ്ട ഈ ഇമേജിനെ ഒപ്റ്റിക്കൽ നാഡീവ്യൂഹം വഴി തലച്ചോറിലേക്ക് എത്തിക്കുന്നു. അവിടെ ഈ ഇമേജുകളൊക്കെ അനലൈസ് ചെയ്യപ്പെടുന്നു. ഭാഷയുടെ ഘടകങ്ങളെ മാറ്റിയെടുക്കുകയും ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയൊക്കെ അബ്സോർവ് ചെയ്യുന്നു. ഇതാണ് വായന എന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വായന എന്നതൊരു ഭൗതിക പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ ഒരാൾ എഴുത്തിലോ സന്ദേശത്തിലോ ഒക്കെ ഉള്ള ആശയം വിശദമായിട്ട് മനസ്സിലാക്കുന്നു. വായനയുടെ ലക്ഷ്യവും ഉദ്ദേശവും അനുസരിച്ച് വായനയെ വിവിധ തരങ്ങളായിട്ട് വിഭാഗീകരിക്കാം. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്നൊരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കഥയാണെങ്കിൽ ആദ്യം നമ്മളതിങ്ങനെ വായിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അതൊരു മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോകുന്നു. ആ പേജിലെ വാക്കുകളൊക്കെ നമ്മളെ ആകർഷിക്കുന്നു. ആ കഥയിൽ മുഴുകി മറ്റൊരാളുടെ കണ്ണിലൂടെ നമ്മൾ ലോകത്തെ കാണുന്നു. ഇങ്ങനെ വായനയുടെ മാന്ത്രികത ഇതാണ്. ഇതൊരു പേജിലെ വാക്കുകളല്ല, മനസ്സിനെ വികസിപ്പിക്കുകയും പുതിയ ആശയങ്ങളിലേക്കും വികാരങ്ങളിലേക്കും ലോകങ്ങളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരനുഭവമാണ്. ഈ യൂണിറ്റിൽ വായന എങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പര്യവേഷണം ചെയ്യുന്നു. അതിപ്പോൾ ഒരു നോവലാണെങ്കിലും ലേഖനമാണെങ്കിലും കവിതയാണെങ്കിലും വായന ചിന്തയുടെയും മനസ്സിലാക്കലിൻ്റെയും പുതിയ വഴികൾ തുറക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരു വീക്ഷണം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഈ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ വായനയ്ക്ക് തുറക്കാൻ കഴിയുന്ന എല്ലാ വാതിലുകളെയും കുറിച്ച് ചിന്തിക്കുക. വിവരങ്ങൾ ലഭിക്കാൻ വായിക്കുന്നത് മാത്രമല്ല, മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാനും ഒക്കെ വായന നല്ലതാണ്. അടുത്തത് ഡിഫറെൻ്റ് പർപ്പസസ് ഓഫ് റീഡിംഗ് ആണ്. വി റീഡ് ഡിഫറെൻ്റ് ടെക്സ്റ്റ് ഫോർ ഡിഫറെൻ്റ് റീസൺസ്. ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്, articles for ideas, textbooks for knowledge, fiction for pleasure, and reference books for specific information. The way we read each text varies based on its purpose. Careful and repeated for study, quick and selective for news, or casual for fiction. എന്താണ് വായനയുടെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ? നാം എല്ലായ്പ്പോഴും ഒരേ ലക്ഷ്യത്തോടെയും ഒരേ രീതിയിലും അല്ല വായിക്കുന്നത്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് പ്രധാനമായിട്ടും ആ ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ലേഖനങ്ങൾ വായിക്കുന്നത് പുതിയ പുതിയ ആശയങ്ങൾക്കും പുതിയ കാഴ്ചപ്പാടുകൾക്കുമായിട്ടാണ്. അക്കാദമിക് ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുന്നത് നോളജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കഥകൾ, കൃതികൾ, ഇതൊക്കെ പ്രധാനമായിട്ടും വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി റെഫറൻസ് പുസ്തകങ്ങളും എൻസൈക്ലോപീഡിയ പോലെയുള്ള ബുക്കുകളൊക്കെ നോക്കുന്നത് എന്തിനാണ്? അത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. Close reading is a detailed analysis of a text, focusing on both the small elements and overall ideas. It helps appreciate the author's technique in conveying emotions, messages, and meanings. Not just what the text says, but how it says it. എന്ന് വെച്ചാൽ എന്താ, ഒരു നോവൽ വായിക്കുമ്പോൾ ഉള്ള ഒരു സമീപനമല്ല ഒരു റെഫറൻസ് പുസ്തകമോ ഒരു എൻസൈക്ലോപീഡിയയുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളോ വായിക്കുമ്പോൾ
കിട്ടുന്നത്. അത്രമേൽ വ്യത്യസ്തമാണ് വായനയുടെ അനുഭവം എന്ന് പറയുന്നത്. പഠനാർത്ഥം നിർദ്ദിഷ്ടമായ എഴുത്തുകളൊക്കെ നാം മുഴുവനായിട്ടും പല തവണയും ശ്രദ്ധയോടെയും വായിച്ചാൽ മാത്രമേ നമുക്കത് മൈൻഡിലേക്ക് വരുള്ളൂ. അതേസമയം ന്യൂസ് പേപ്പറിലുള്ള കഥകളൊക്കെ പെട്ടെന്ന് തിരഞ്ഞെടുത്ത് വായിച്ചു പോകാം. അതുപോലെ കഥകൾ, കൃതികൾ ഇതൊക്കെ വായിക്കുമ്പോൾ കുറേ വാക്കുകളോ ചില വരികളോ ചിലപ്പോൾ പാരഗ്രാഫുകൾ പോലും മറിച്ച് കളയാറുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കണ്ടൻറ് എന്താണെന്ന് നോക്കി ആ ഒരു വലിയ പുസ്തകത്തിനെ ഷോർട്ടായിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ഇങ്ങനെ ഓരോ വായനയുടെയും രീതി അതിൻ്റെ ലക്ഷ്യത്തെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. വിനോദത്തിന് വേണ്ടി വായിക്കുമ്പോൾ ക്ലോസ് ആയിട്ടുള്ള റീഡിങ് വേണ്ടി വരില്ല. ക്ലോസ് റീഡിങ് അഥവാ എക്സ്പ്ലിക്കേഷൻ ഓർ ടെക്സ്റ്റ് എന്നത് ഒരു രചനയിലെ ചെറിയ വിശദാംശങ്ങളിലൂടെയും അതിൻ്റെ ആശയങ്ങളിലൂടെയൊക്കെ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു പ്രക്രിയയാണ്. ഒരു കവിതയിലോ കഥാപ്രശ്നത്തിലോ ഒക്കെ ഉള്ള വ്യത്യസ്തമായ ഭാഗങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ആ എഴുത്തുകാരൻ അതിൻ്റെ കലാപാഠവും നമുക്ക് മനസ്സിലാകും. എഴുത്തുകാരൻ എങ്ങനെയാണ് ഈ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെ ആശയങ്ങൾ അറിയിക്കുന്നത്, നമ്മളിൽ ഫീലിങ്സ് ഉണർത്തുന്നത്, സന്ദേശം പകരുന്നത്, എന്താണിത് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ. ജോൺ സിയാഡിയുടെ പ്രശസ്തമായ കവിതാ വിശകലന ഗ്രന്ഥമാണ് ഹൗ ഡസ് എ പോം മീൻ എന്നതിൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെയാണ്. കവിതയുടെ അർത്ഥം മാത്രമല്ല, ആ അർത്ഥം എങ്ങനെ എത്തുന്നു എന്നതും അറിയുക എന്നതാണ് ക്ലോസ് റീഡിങ്ങിൻ്റെ ഉദ്ദേശം. When writing a close analytical essay, you begin with the main ideas and support your interpretation using small details like word choice and structure. The essence of close reading is observation, noticing what is written, reflecting on it, and asking questions. The good things is close reading. Texts are usually short, so they can be read multiple times, with each reading revealing more details. എങ്ങനെയാണ് ക്ലോസ് റീഡിങ് ചെയ്യുന്നത്? ഒരു ക്ലോസ് അനലിറ്റിക്കൽ എസ്സേ എഴുതുമ്പോൾ ആദ്യം ആഖ്യാനത്തിലെ വലിയ ആശയങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ എഴുത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, വാക്കുകൾ, അവയുടെയൊക്കെ ക്രമീകരണം എന്നിവ ഉപയോഗിച്ച് നമ്മുടെ വ്യാഖ്യാനത്തെ നമ്മൾ ന്യായീകരിക്കുന്നു. ക്ലോസ് റീഡിങ്ങിൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. നാം എന്താണ് വായിക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്തെല്ലാം ചോദ്യങ്ങൾ ഉയരുന്നു, ഇതെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു നല്ല വാർത്ത എന്താണെന്നാൽ ക്ലോസ് റീഡിങ് ചെയ്യേണ്ട ലേഖനങ്ങളോ കവിതകളോ ഒക്കെ സാധാരണയായിട്ട് ചെറുതാണ്. അതിനാൽ പല തവണ വായിക്കാൻ സമയമുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഒരു കവിതയോ കൃതിയുടെ ഭാഗമോ ആദ്യമായിട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ തോന്നുന്നു എന്നതിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇനി വായനാരീതിയുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് 2 ഉദ്ദേശങ്ങളുണ്ട് ഈ വായനയ്ക്ക്. Literary reading connects to our purpose for pleasure and personal interest, for learning, for participating in society. സ്വന്തമായിട്ടുള്ള താല്പര്യത്തിനും വിനോദത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു വായിക്കലുണ്ട്. രണ്ടാമത് പഠനത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിലൊരു പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടും ഉള്ള വായിക്കലുണ്ട്. ഇങ്ങനെ 2 തരത്തിലാണ് വായനാരീതിയുമായിട്ട് 2 പ്രധാന ഉദ്ദേശങ്ങളുള്ളത്. Children often start by reading stories or informational text, and as they grow, reading becomes a key part of learning across subjects. കുട്ടികളൊക്കെ തുടക്കത്തിൽ പഠിച്ചു വരുന്ന ടൈമിൽ വായിക്കുന്നത് കഥാപുസ്തകങ്ങളോ ചിത്രപുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കും. ഈ കഥകളൊക്കെ പറയുന്നത് കുട്ടികളെ ചുറ്റുപാടുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനൊക്കെയാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സാഹിത്യ മികവൊക്കെ വികസിച്ച് വരുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ അറിവ് നേടുന്നതിനായി വായന വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. തുടക്കത്തിൽ ആനന്ദത്തിനും സന്തോഷിക്കാൻ വേണ്ടിയൊക്കെ വായിച്ച് അവസാനം നമ്മളത് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള വായനയിലേക്ക് എത്തുന്നു. പറഞ്ഞു വരുമ്പോൾ പർപ്പസ് ഫോർ റീഡിംഗ് ഓഫൺ കണക്ട്സ് ടു ടെക്സ്റ്റ് ടൈപ്സ് ലൈക്ക് റീഡിംഗ് ഫിക്ഷൻ ഫോർ ലിറ്റററി എക്സ്പീരിയൻസ് ഓർ റീഡിംഗ് ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ഫോർ നോളജ്. ഹവർ ദ മാച്ച് ഈസ് ഇൻ ഓൾവേസ് സ്ട്രിക്റ്റ്. For instance, biographies and autobiographies can be both informational and literary.
സെർവിങ് മൾട്ടിപ്പിൾ പർപ്പസസ് അറ്റ് വൺസ്. വായനയുടെ ഉദ്ദേശങ്ങൾ പലപ്പോഴും പ്രത്യേകമായ എഴുത്ത് രീതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സാഹിത്യ അനുഭവത്തിനായിട്ടുള്ള വായന എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു കൃതികൾ ഫിക്ഷൻ വഴിയൊക്കെ സാധിക്കാറുണ്ട്. അതേസമയം അറിവ് നേടാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള വായന സാധാരണയായിട്ട് വിവരണാത്മക ലേഖനങ്ങളും നിർദ്ദേശാത്മക എഴുത്തുകൾക്കൊക്കെ അനുബന്ധമായിട്ടാണ് വരുന്നത്. എങ്കിലും വായനയുടെ ഉദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും എഴുത്ത് രീതികളുമായി കർശനമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ജീവചരിത്രങ്ങൾ, സ്വയചരിത്രങ്ങൾ ഒരുപക്ഷെ പ്രധാനമായിട്ടും വിവരങ്ങൾ നൽകുന്നതായിരിക്കാം. അതേസമയം അവ സാഹിത്യാത്മകമായി വായിച്ചും ആസ്വദിക്കാൻ പറ്റും. ജീവചരിത്രങ്ങൾ വേറൊരാൾ എഴുതുന്നത് നമ്മളത് വായിക്കുക, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിവരങ്ങളും കിട്ടുന്നുണ്ട്, നമുക്കത് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. അതിനാൽ ഇത്തരം എഴുത്തുകൾക്ക് രണ്ട് ഉദ്ദേശങ്ങൾക്കും സേവനമാകാൻ വേണ്ടി കഴിയും. അറിവ് നേടാനും പറ്റും, സാഹിത്യ അനുഭവത്തിനും പറ്റും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വായന എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാചകം ഡീകോഡ് ചെയ്യുന്നതിനുള്ള ഭൗതികമായ പ്രക്രിയയാണ് വായന. റീഡിംഗ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പർപ്പസസ് ഓഫ് റീഡിംഗ്? വായനയുടെ വിവിധ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? Reading serves different purposes for information, knowledge, pleasure, personal interest and participation in society. ഇതിനൊക്കെ വേണ്ടി വിവരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, വിവരങ്ങൾ അറിയാൻ വേണ്ടി, അതിന് എക്സാമ്പിൾ വാർത്തകൾ വായിക്കുന്ന ലേഖനങ്ങളൊക്കെ. പിന്നെ പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടി, അത് എക്സാമ്പിളായിട്ട് വരുന്നത് പഠന പുസ്തകങ്ങളൊക്കെയാണ്. വിനോദത്തിന് വേണ്ടി, ഉദാഹരണം കൃതികൾ, കഥകൾ. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായിട്ടും സമൂഹത്തിൽ പങ്കാളിത്തം നേടുന്നതിനായിട്ടും വായിക്കാറുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പർപ്പസ് ഓഫ് റീഡിംഗ് എന്ന് ചോദിച്ചാൽ ഫോർ ഇൻഫർമേഷൻ, നോളജ്, പ്ലഷർ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി. അടുത്തത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് റീഡിംഗ് എ ഫിക്ഷണൽ വർക്ക്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് റീഡിംഗ് എ ഫിക്ഷണൽ വർക്ക്? ഒരു സാങ്കല്പിക കൃതി വായിക്കുന്നതിൻ്റെ സ്വഭാവം എന്താണ് എന്നാണ്. റീഡിംഗ് ഫിക്ഷൻ ഈസ് യൂഷ്വലി ഫോർ എൻജോയ്മെൻറ്റ് ആൻഡ് ലിറ്റററി എക്സ്പീരിയൻസ്. ഇറ്റ് ക്യാൻ ബി റിലാക്സ്ഡ് ആൻഡ് റീഡേഴ്സ് മേ സ്കിപ്പ് പാർട്സ് ടു ഫിനിഷ് ഫാസ്റ്റർ. എന്തിനാണ് ഈ കൃതികളൊക്കെ വായിക്കുന്നത്? പ്രധാനമായിട്ടും വിനോദത്തിന് വേണ്ടിയും ഒരു സാഹിത്യ അനുഭവത്തിനൊക്കെ വേണ്ടിയാണ്. ഈ വായനയിൽ ചില വാക്യങ്ങളോ പാരാഗ്രാഫുകളോ ഒക്കെ വഴിമാറിക്കളയാം. പുസ്തകം വേഗത്തിൽ വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വായന കുറച്ചധികം സ്വേച്ഛാധീനവും സാങ്കേതികപരവുമായിട്ടാണ് ഇതിൽ വരുന്നത്. അതുപോലെ അതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഡു മോസ്റ്റ് യങ് സ്റ്റുഡൻസ് റീഡ് ഇൻ ദെയർ ഏർലി ഡേയ്സ്? യങ് സ്റ്റുഡൻസ് അവരുടെ ആദ്യകാലങ്ങളിൽ എന്താണ് വായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യങ് സ്റ്റുഡൻസ് യൂഷ്വലി റീഡ് സ്റ്റോറി ബുക്സ്, പിക്ചർ ബുക്ക് ഓർ സിമ്പിൾ ഇൻഫോർമേഷണൽ ടെക്സ്റ്റ് ദാറ്റ് ടീച്ച് ദം അബൌട്ട് ദ വേൾഡ്. അപ്പോൾ ചെറിയ കുട്ടികൾ അവരുടെ തുടക്ക കാലങ്ങളിലൊക്കെ പ്രധാനമായിട്ടും വായിക്കുന്നത് കഥാപുസ്തകങ്ങളും ചിത്രകഥാപുസ്തകങ്ങളും ഒക്കെയാണ്. അല്ലെങ്കിൽ അറിവ് നേടുന്ന വിവരങ്ങൾ നൽകുന്ന ലേഖനങ്ങൾ, അവരെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെറുപ്പത്തിൽ വായിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റീഡിംഗ്? റീഡിംഗ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിംഗ് റിട്ടൺ ടെക്സ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് മീനിങ്. വായന എന്നത് വാക്കുകൾ, വാക്യങ്ങൾ എന്നിവ കണ്ണുകൾ വഴി കണ്ട് തലച്ചോറിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനായുള്ള ഒരു ഭൗതിക പ്രക്രിയയാണ്. ഇത് സന്ദേശത്തെ വിവർത്തനം ചെയ്ത് അതിൻ്റെ ആശയം മനസ്സിലാക്കാനുള്ളൊരു പ്രക്രിയ കൂടി ആണ്. വാട്ട് ഈസ് ക്ലോസ് റീഡിംഗ്? ക്ലോസ് റീഡിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ക്ലോസ് റീഡിംഗ് ഈസ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് എ ടെക്സ്റ്റ് focusing on small elements and overall meaning to understand how the text conveys ideas. ക്ലോസ് റീഡിംഗ് അഥവാ സൂക്ഷ്മമായിട്ടുള്ള വായന എന്നത് ഒരു എഴുത്തിൻ്റെ ചെറിയ വിശദാംശങ്ങളും അതിൻ്റെ ആകെയുള്ള ആശയങ്ങളൊക്കെ അടക്കം വിശദമായി പഠിക്കുന്ന ഒരു പ്രക്രിയയാണ്. എഴുത്തുകാരൻ്റെ ശൈലിയും സാങ്കേതികതയൊക്കെ മനസ്സിലാക്കാൻ ഇതിൽ സഹായകമാണ്.
അതുപോലെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ ബയോഗ്രഫി? എ ബയോഗ്രാഫി ഈസ് എ റിട്ടൺ അക്കൗണ്ട് ഓഫ് സംവൺസ് ലൈഫ് റിട്ടൺ ബൈ അനദർ പേഴ്സൺ. ബയോഗ്രാഫി അഥവാ ജീവചരിത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റൊരാൾ എഴുതിയ പുസ്തകമോ ലേഖനമോ ആകുന്നു. ഇത് വിവരാത്മകവും സാഹിത്യപരവുമായിട്ട് ആയിരിക്കാം. ഇതിനെയാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഫിക്ഷൻ? Fiction is a form of literature that contains imaginary stories not based on real events, written for entertainment or to convey ideas. ഫിക്ഷൻ അഥവാ കൃതികൾ എന്നത് സാങ്കല്പികമായി ഉണ്ടാക്കുന്ന കഥകളടങ്ങിയ ഒരു സാഹിത്യരൂപമാണ്. ഇവ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല, പക്ഷെ വായനക്കാരനെ ആകർഷിക്കാനും സന്തോഷിപ്പിക്കാനും വിനോദിപ്പിക്കാനും ഒക്കെ കഴിയും. ചിലപ്പോൾ ഒരു സന്ദേശം കൈമാറാൻ വേണ്ടി വരെ ഇതിന് പറ്റും. മോറലായിട്ടുള്ള ഒരു മെസ്സേജ് ഇതിന് നൽകാൻ കഴിയാറുണ്ട്. ഉദാഹരണത്തിന് നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ഇതൊക്കെ ഫിക്ഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു കുട്ടി ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.